വിസ റിജക്ഷൻ വരുന്ന കേസസ് എന്തൊക്കെയാണ് മെയിനായിട്ട്? ഷെങ്കൻ വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ കുറച്ച് കൂടുതലാണ്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷെങ്കനിലെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈവൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും, വിസ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് റിജക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ സ്പോൺസർ ആരാണ്, നിങ്ങൾ സെൽഫ് സ്പോൺസർ ആണോ അതോ പുറത്തുനിന്ന് നിങ്ങളുടെ പാരൻ്റ് ആണോ സ്പോൺസർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി റിജക്റ്റഡ്. ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അതായത് ഒരു കുട്ടി സ്റ്റഡി അബ്രോഡിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവരെ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. നോ ദ ഗോൾ പ്രൈമറി. പിന്നെ അവരുടെ എലിജിബിലിറ്റി അവർ തന്നെ മനസ്സിലാക്കുക, അവർക്ക് ഇത്ര എലിജിബിലിറ്റി ഉള്ളൂ. അതായത് 90% മാർക്ക് ഉള്ള ആൾ ട്രൈ ചെയ്യുന്നത് പോലെ ഒരു 50% 55% ഉള്ള ആൾ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, കിട്ടണമെന്നില്ല. പല കുട്ടികളും ഓസ്ട്രിയ എന്ന് പറഞ്ഞ കൺട്രീൻ്റെ പ്ലാൻ ചെയ്ത് വരാറുണ്ട്. ഓസ്ട്രിയ ചെയ്ത് തരും, ഓസ്ട്രിയക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. കാരണം 90-95% കിട്ടുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ കിട്ടിയേക്കാം, അവർ കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ 55% ഉള്ള ആളുകൾ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ എലിജിബിലിറ്റി, അവരുടെ അക്കാഡമിക്സ് സ്കോർ അവർ തന്നെ അതൊന്ന് ചെക്ക് ചെയ്യുക, വിലയിരുത്തുക. എന്നിട്ട് മൂന്നാമത് ഒരു റൈറ്റ് കൺട്രി ചൂസ് ചെയ്യുക, ഏറ്റവും നല്ലൊരു കൺട്രി നോക്കി ചൂസ് ചെയ്യുക. അവർക്ക് ആപ്റ്റായിട്ടുള്ള അവരെ ബഡ്ജറ്റിൻ്റെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അവരുടെ ഫിനാൻഷ്യൽ മുന്നോട്ട് ആ കൺട്രിയിൽ അവിടെ വരുന്ന എക്സ്പെൻസും കവർ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ. പ്രൈമറിലി അവരുടെ ഗോള് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നോ ദ ഗോൾ. സെക്കൻഡറി ചെക്ക് ദ എലിജിബിലിറ്റി, ചൂസ് ദ റൈറ്റ് കൺട്രി, ദെൻ ഡിപ്പാർച്ചർ. അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൽ ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഫോർത്ത് വൺ, പോസ്റ്റ് സ്റ്റഡി വിസ. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റിൽ ആവാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊന്ന് നല്ല രീതിയിൽ പഠിക്കുക. അതിനൊരു മെൻറ്റർഷിപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഒരു കരിയർ ഗൈഡൻസ്, ഒരു കൺസൾട്ടൻസി ലൈനിൽ പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചുകൂടെ അവർ ഗൈഡ് തരാൻ പറ്റും. കാരണം ഇപ്പോൾ പലരും ChatGPT നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ ആയിരിക്കാം, പക്ഷേ അത് കറക്റ്റ് അപ്ഡേറ്റ് ആണെന്നില്ല പ്രോപ്പർലി. ഒരു കറണ്ട് അഫയേഴ്സ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അപ്കമ്മിങ് ചേഞ്ചസ് ഒക്കെ ഒരു പക്ഷേ കൺസൾട്ടൻസിനായിരിക്കും അറിയാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരുപാട് നാട്ടിൽ കേരളത്തിൽ ഒരുപാട് ഓതറൈസ്ഡ് കൺസൾട്ടൻസികളുണ്ട്, അവർക്ക് സമീപിക്കാമെന്നുള്ളൂ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ. അവർക്കിപ്പോൾ സ്വന്തമായിട്ടും ചെയ്യാം, ഒരുപാട് സ്റ്റുഡൻസ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ വിസ സൈഡിലേക്ക് വരുമ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം വിസ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം ഈവൻ ചെറിയ മിസ്റ്റേക്ക് പോലും വിസക്ക് റിജക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു കൺസൾട്ടിങ് എടുക്കണം, വളരെ നല്ലതാണ്. ഇപ്പോൾ വിസ റിജക്ഷൻ്റെ കേസ് സുഹേൽ പറഞ്ഞു. ശരിക്കും ഒരു വിസ റിജക്ഷൻ വരുന്ന കേസസ് എന്തൊക്കെയാണ് മെയിനായിട്ട്? വിസ റിജക്ഷൻസ് വരാനുള്ള മെയിൻ കാരണങ്ങൾ ഇപ്പോൾ ഏത് കൺട്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് US ആണോ കാനഡ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ ഷെങ്കൻ കൺട്രീസുണ്ട്, ഷെങ്കനിൽ ലിസ്റ്റിലില്ലാത്ത കൺട്രീസുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് റിജക്ഷൻ കേട്ടിട്ടുണ്ടാവുക പോളണ്ട് പോലെ രാജ്യങ്ങളിൽ, മോൾട്ട, ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക് കേട്ടിട്ടുണ്ടാവും. ഇത്തരം കൺട്രികളിലാണ് കൂടുതലും റിജക്ഷൻസ് വരാൻ ചാൻസ്. അപ്പോൾ ഇതെല്ലാം ഷെങ്കൻ ആപ്ലിക്കേഷനാണ് വരുന്നത്. ഷെങ്കൻ വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ കുറച്ച് കൂടുതലാണ്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷെങ്കനിലെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈവൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും, വിസ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് റിജക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ വെക്കുന്ന സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ്, പ്രത്യേകിച്ച് നമ്മളെ ഫിനാൻഷ്യൽ സൈഡ്, അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഫിനാൻഷ്യലി ഫിറ്റ്, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സർവൈവ് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മളിൽ ഇത്ര കാശ് നിർബന്ധമായിട്ട് വേണം എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 6 month സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണമെന്ന് ഒരു കൺട്രി പറയുന്നു. 6 month സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് നമ്മളിൽ ഫിനാൻഷ്യലി ഫിറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നാളെ വെക്കുന്ന ഒരാൾ ഒരാഴ്ച മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു, പെട്ടെന്ന് ഒരു 1000-2000 രൂപ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു അക്കൗണ്ടിൽ കൊണ്ടിട്ട് ഒരു 12 ലക്ഷം രൂപ കൊണ്ടുവിട്ടാൽ അത് കോമൺ സെൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന് അറിയാൻ പറ്റും, ഇറ്റ്സ് ഫാബ്രിക്കേറ്റഡ്. ഇത് ഫോർ ദ ടൈം ബീയിങ് ആൾ കീപ്പ് ചെയ്തിട്ടുള്ള മണിയാണ്, നാളെ ആൾ എടുത്തേക്കാം. അപ്പോൾ ഇതൊരു വിസ അടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫണ്ടിങ് ആണെന്ന് മനസ്സിലാവും. ഒബിയസ്ലി അത് റിജക്ഷൻ ആവുള്ള റീസൺ ആയില്ലേ. അതുകൊണ്ടാണ് ഒരു 6 month ബാക്ക് ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇടാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് വെക്കണം. അതുപോലെ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ കാണിക്കേണ്ടി വരും. പോളണ്ട് പോലെ രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സൈഡ് കാര്യമായിട്ട് നോക്കും, ഫിനാൻഷ്യൽ റീഡിനെസ് കറക്റ്റായിട്ട് നോക്കും. സബ്മിഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഡിസ്ക്രപ്പൻസി വന്നാൽ, ഇപ്പോൾ നമ്മൾ വിസ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞത് വേറെ പിന്നെ വെച്ചത് വേറെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പറഞ്ഞ ബാങ്ക്, നമ്മൾ വിസ ഇൻ്റർവ്യൂ ചോദിക്കണം നിങ്ങളുടെ ബാങ്ക് ഏതാണ്, നിങ്ങളുടെ സ്പോൺസർ ആരാണ്, നിങ്ങൾ സെൽഫ് സ്പോൺസർ ആണോ അതോ പുറത്തുനിന്ന് നിങ്ങളുടെ പാരൻ്റ് ആണോ സ്പോൺസർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി റിജക്റ്റഡ്. ഇപ്പോൾ വിസ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ കൺട്രീസും ആക്ച്വലി വിസ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടോ ബിഫോർ? ഇല്ല, എല്ലാ കൺട്രീസും ഇല്ല. വളരെ അപൂർവം കൺട്രി. ഇപ്പോൾ പോളണ്ട് പോലുള്ള കൺട്രികൾ, അതുപോലെ ലാറ്റ്വിയ പോലുള്ള കൺട്രികൾ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഫ്രാൻസ്
മോൾട്ടോ വരെ വന്നേക്കാം. ഇപ്പോൾ VFS നമ്മളവിടെ ഒരു ഡിപ്ലോമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, VFS ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയായിരിക്കാം. അപ്പോൾ അവിടെ തന്നെ ഇൻ്റർവ്യൂ വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ലാറ്റ്വിയ പോലുള്ള കൺട്രികൾ അവിടെ നിന്ന് തന്നെ ഇൻ്റർവ്യൂ വെക്കുന്ന ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ലൈവ് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് കാണാനൊന്നും കഴിയില്ല ചിലപ്പോൾ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമുക്ക് അവരെ കാണാം, കാൻഡിഡേറ്റിന് ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നത് വിഷ്വൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അവിടുത്തെ വെതർ എങ്ങനെയാണ്, ഇപ്പോൾ കറണ്ട് ക്ലൈമറ്റ് എങ്ങനെയാണ്. അപ്പോൾ അവിടെ നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ നല്ല വിൻ്റർ സമയത്ത് നമ്മൾ സമ്മറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു റിജക്ഷൻ ആവാനുള്ള കാരണമായി. കാരണം ഇതൊന്നും അറിയാണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത്, ഒരു പ്രിക്കോഷൻ അറിയാണ്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീസൺ ആയില്ലേ. ഓക്കെ, നിങ്ങളിൽ എത്ര ഫണ്ട് ഉണ്ട്, എത്ര ഫീസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത പിള്ളേരുണ്ടാവും. ഇത് കംപ്ലീറ്റ് ഏജൻസിനെ ഏൽപ്പിച്ചാലും കുട്ടിയോട് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി വല്ല വേർഡായിരിക്കണം. ഇത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3000 euro ഉള്ള ഫീസ് ഉള്ള ഒരു കോഴ്സിനോട് കുട്ടിയോട് ചോദിക്കണം നിങ്ങളെ ഫീസ് എത്ര, 5000 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫീസ് പോലും അറിയാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത്തരം ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പിന്നെ നേരത്തെ പറഞ്ഞാൽ വെതർ എന്താണെന്ന് ചോദിച്ചേക്കാം. എത്ര നാൾ നിങ്ങൾ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് സ്റ്റഡീസിന് വന്നാൽ നിങ്ങൾ തിരിച്ചു പോവോ, അതോ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ, ഇവിടെ സെറ്റിലാവോ. ഇല്ല, ഞാൻ പ്ലാനിങ് ആയിട്ടാണ് വരുന്നത്, ഞാൻ അവിടെ ഫാമിലിയായിട്ട് സെറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോട്ട് ചെയ്യും, ഇറ്റ്സ് റെക്കോർഡഡ്. അത് റിജക്ഷൻ ആവാനുള്ള റീസണാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആൾ പഠിക്കാൻ പോയി തിരിച്ചു വരും എന്ന് വ്യക്തമായിട്ട് തന്നെ തലങ്ങനും വിലങ്ങനെ അവർ ചോദിക്കും. നമ്മളൊരിക്കലും പറയാൻ പാടില്ല. അതിങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ്. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ഒരു സ്റ്റഡി അബ്രോഡിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് നല്ലത്. വെറും അഡ്മിഷൻ കിട്ടിയിട്ട് റിജക്ഷൻ കിട്ടിയ കുട്ടികളുണ്ട്. പല കുട്ടികളും ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വിസ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു തരോ, ഇങ്ങനെ റിജക്ഷൻ കിട്ടിയിട്ട് വന്നവരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഡോക്യുമെൻ്റ് ഓഫർ ലെറ്റർ കിട്ടാൻ ചില ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കെയർ ഓഫിൽ കിട്ടിയേക്കാം, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കിട്ടിയേക്കാം. പക്ഷേ വിസ സബ്മിഷനിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണം. അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലായി പോകും. വൺസ് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 to 3 months ഒക്കെ കഴിഞ്ഞ് ഒരു കൂൾ പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? മോസ്റ്റ് പ്രോബബ്ലി അവരതൊരു ബ്ലാക്ക് ലിസ്റ്റ് അല്ല, അതൊരു ബ്ലാക്ക് മാർക്കാണ്. വൺസ് റിജക്ഷൻ കിട്ടിയതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് റീ അപ്പീൽ ചെയ്യാം. റീ അപ്പീൽ ചെയ്തത് കിട്ടണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് മിസ്സിങ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, വിസ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് ആണെങ്കിലോ രണ്ടാമത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ കിട്ടിയേക്കാം. റീ അപ്പീൽ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ കൺട്രിയിലും ഇല്ല. അപ്പോൾ സൗത്ത് കൊറിയയിൽ പോലുള്ള കൺട്രികളിൽ റീ അപ്പീലൊന്നുമില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ റീ അപ്പീലുണ്ട്. അപ്പോൾ വൺസ് റിജക്ഷൻ ആവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ സബ്മിഷനിൽ തന്നെ പ്രോപ്പറായിട്ട് വെക്കുക. ഇപ്പോൾ കൂടുതൽ ആളുകളും സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നത് ശരിക്കും ഫാമിലിയിലും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫർദർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസ് ശരിക്കും ഏതൊക്കെയാണ്? ഫാമിലിനായിട്ട് സെറ്റിലായി നിൽക്കാം. ഒരു PR, ഇപ്പോൾ ഡെൻമാർക്ക് പോലുള്ള രാജ്യം, അല്ലെങ്കിൽ സ്വീഡൻ, ഫിൻലാൻഡ്, ഇത്ര രാജ്യങ്ങളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് ഫാമിലിയായിട്ട് തന്നെ ഒരു വർക്ക് ലൈഫ് ലീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല, ഫിൻലാൻഡ് പോലെ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, അവിടെ ലിവിങ് നല്ല ഒരു ഹാപ്പിയസ്റ്റ് കൺട്രി എന്നൊക്കെയുള്ള ഫിൻലാൻഡിനെ പറയാം. ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ റിലേറ്റഡ്, PhD, എന്തെങ്കിലും മാസ്റ്റർ പ്രോഗ്രാമിനാണ് കൂടുതലും അവർക്ക് വിസ കിട്ടാൻ ചാൻസ് കൂടുതൽ. പ്രത്യേകിച്ച് ഇയർ ഗ്യാപ്പൊക്കെ വരെ ചിലപ്പോൾ നോക്കിയേക്കാം. കുറച്ചുകൂടെ മെഡിക്കലായിട്ടുള്ള കോഴ്സുകൾക്ക് ഓക്കെ ആയിരിക്കും ഫിൻലാൻഡ്. പിന്നെ അതുപോലെ വർക്കിംഗ് ഹവേഴ്സ് കുറവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഫാമിലി ടൈം കൊടുക്കുക, അവിടെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അവിടെ ഒരുപാട് ഓവർ ടൈം ഒന്നും എടുക്കാനോ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അവിടെ വർക്കിംഗ് നല്ല കൺട്രോളുണ്ട്. വർക്കിംഗ് ഹവേഴ്സിലൊക്കെ നല്ല കൺട്രോൾ. അതാണ് ലിവിങ്ങിന്